ഇന്ന് നമുക്ക് കളിമീൻ കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണ് കളിമീന്. അപ്പോൾ നമുക്ക് കളിമീൻ തയ്യാറാക്കുന്നതിന് ആദ്യം മീന് അറുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചിലയിടത്ത് ഈ മീനിന്റെ തൊലി ഉരിച്ച് കളയാറുണ്ട്. ഞാനിതിന്റെ തൊലി ഉരിച്ച് കളയുന്നില്ല. ഇതിന്റെ ചെതമ്പല് ചീന്തി കളഞ്ഞിട്ട് അറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കളിമീനിന്റെ ചിതമ്പലൊക്കെ ചീന്തി കളഞ്ഞിട്ട് അറുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് മീനിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. മീനിന്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുളി കുതിർക്കാൻ വയ്ക്കാം. ഇത്രയും പുളി മതിയാവും. ഇത് കുരു കളഞ്ഞ പുളിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചെറുതായി ചിരുകിയത് ഇട്ട് കൊടുക്കാം. ഈ കളിമീനിന് തേങ്ങ കുറച്ച് മതിയാവും. ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കളിമീനിന് കുരുമുളക് പൊടി നിർബന്ധമാണ് കേട്ടോ. എരി ഇത്തിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഇനി എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളകിന്റെ അളവ് കുറയ്ക്കരുത്. കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചു കഴിഞ്ഞാൽ കളിമീനിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇനി നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി പൊടി ഉണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിപ്പൊടി തീർന്നതിനാലാണ് ഞാൻ മുഴുവൻ മല്ലി ഇട്ടത്. 2 ടേബിൾ സ്പൂൺ മല്ലി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അരപ്പിന്റെ ലൂസിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താണ് അരച്ചെടുക്കാൻ. ഞാനിതിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളമുണ്ട് ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരപ്പൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്പൂൺ ഉപ്പ് മതി. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഇത് പോരാ കേട്ടോ, കുറച്ച് വെള്ളം കൂടി വേണം. 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 കപ്പ് വെള്ളം നമ്മൾ ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പ് ചൂടായി തുടങ്ങി. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ ഇതുപോലെ കറിയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻകറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ വെള്ളം വറ്റി വരണം. കണ്ടോ, വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ കണ്ടോ വെന്ത് തുടങ്ങി. ഇത് നമ്മൾ ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മീനിന്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ഒരു 25 മിനിറ്റ് കൊണ്ട് മീൻ വറ്റി നല്ലപോലെ വെന്ത് വരും. ഇത് 25 മിനിറ്റ് ആയി. കണ്ടോ, മീനിന്റെ വെള്ളമെല്ലാം വറ്റി മീന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം ഇട്ട ഉപ്പ് കണക്കായിരുന്നു കേട്ടോ, പിന്നെ ഉപ്പിടേണ്ടി വന്നില്ല. പിന്നെ ഈ കളിമീനിന് മുരിങ്ങയ്ക്കയോ പച്ചമുളകോ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കളിമീൻ കറി. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമാണ് കേട്ടോ. ഈ കളിമീന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ എല്ലാവരും കളിമീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നേക്കരുതേ. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ.